കാറ്റാടി, ഇറ്റാലിയ ആൻഡ് വി എച്ച് അടങ്ങിയ കളിയാ. ഒന്ന് സംസാരിക്കുമോ? ഞാൻ മുള്ളിട്ട് സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോസ്റ്റ് വിളംബിക്കുന്നു. സോ മുള്ളിട്ട് എന്താണ് നിങ്ങൾ എന്തായാലും ഈ ഒരു ലോബി, ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണെന്നറിയാം. സോ ഇതിലെ TVAS കാണിച്ചൊരു ഫൈറ്റ് ഇന്നും അവർക്ക് ആ ഒരു ഡോമിനേഷൻ കാണിക്കാൻ പറ്റും നമുക്ക് കണ്ടറിയാം. എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാം. ഇത് വേറെ ആരും ഇല്ല. പാക്കു അവിടെ ഒറ്റയ്ക്കോ? TPA പ്ലെയർ സോൺ ഔട്ട് ഡെഡ് ആയതാണ് കേട്ടോ. ഓക്കെ, ഇത് പക്ഷേ KVA വൈപ്പായതിനു ശേഷമാണല്ലേ TPA? അതെ, അങ്ങനെയാണ് പറയുന്നത്. അവരൊന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പറയും. ഓക്കെ, കേട്ടല്ലോ ഗൈസ്. സോ ഞാനും ശ്രദ്ധിച്ചായിരുന്നു ആ ഒരു ഫൈറ്റിൽ 4 ടീം ആ ടൈം ബാക്കിയുള്ളതായിട്ട് കണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. സോ ആഡ് വരട്ടെ, അത് ഇവന്റെ സ്ക്രീനിൽ അവൻ അടിച്ചാൽ മാത്രമേ ആ ആഡുകൾ കാണിക്കുള്ളൂ. ഞാൻ ഇവിടെ ഇരുന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കാണത്തില്ല. സോ ഈഗിൾ തന്നെ വരണം, അവൻ സ്വന്തമായിട്ട് തന്നെ അടിക്കണം, മനസ്സിലായില്ലേ? സോ ഗൈസ്, നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ലോബിയിൽ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ചാറ്റിലൊന്ന് സ്പാം ചെയ്തേ. ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കൊരു കാര്യം പറഞ്ഞു, ഗോക്കു അപ്പോൾ 1v9 എടുക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. MVP ഫസ്റ്റ് ആവാനുള്ള ചാൻസ് വല്ലതും ഉണ്ടോ? ഞാനല്ലേ നാളത്തെ മാച്ചിൽ കണ്ടറിഞ്ഞാ മതി. ഈ നീലൻ വന്നായിരുന്നു, അപ്പൊ ഞാൻ പറഞ്ഞു ഗോക്കു ആയിരിക്കും MVP ഫസ്റ്റ് ആവുന്നതെന്ന്. അപ്പൊ എന്ത് പറഞ്ഞു നീലൻ? നീലൻ പറഞ്ഞ എന്നിട്ടിരുന്ന് കണ്ടാ മതി എന്താ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എന്താണ് സപ്പോർട്ട് കുറവാണല്ലോ. ഞാൻ പറഞ്ഞ 1v9 അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീലനൊക്കെ IGL എന്ന് കേൾക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മള് തുടങ്ങിയതാണ്. നീലൻ വേണ്ട, ഫൈനൽസിൽ നമുക്ക് കണ്ടുകൂട്ടാ. എന്തായാലും ഫൈനൽസിൽ ഇവിടെ കാണുമോ കോമെന്ററി പറയാൻ? ഫൈനൽസിൽ എനിക്ക് ഗെയിം കാണും, മാച്ച് കാണും. ആലോചിച്ച് ഉത്തരം പറയണോ? യെസ്, ഞാൻ കാണുമെന്ന് പെട്ടെന്ന് പറഞ്ഞത്. ഇല്ല, ഞാൻ കമന്ററിയിൽ കാണത്തില്ല, ഞാൻ മാച്ചിലായിരിക്കും, ഫൈറ്റിംഗ് ആയിരിക്കും അവിടെ. അല്ലേ സബിനെ ഇറക്കി കളിപ്പിക്കൂ, എന്നിട്ട് ഇവിടെ കമന്ററി പറയോ? പറ്റത്തില്ല, എനിക്ക് കളിക്കണം. എത്ര ടൂർണമെന്റ് കളിക്കാൻ പറ്റുന്ന അറിയാവോ? എന്തായാലും നമ്മൾ ഫൈനൽസിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലോട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ടീം ഫൈനൽസിൽ കയറിയും ഒരു മാച്ച് കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമുക്ക് കൊണ്ടുവരാം. ബ്രാവോയും ഈഗിളും പിന്നെ ഒരു എക്സ്ട്രാ ഒരു സ്പെഷ്യൽ ഗസ്റ്റും നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ നമ്മൾ കൊണ്ടുവരാം, നോക്കാം. സോ എല്ലാരും പറയുന്നുണ്ട് TVS CSK RC7 VH പറയുന്നുണ്ട്, ഗോകു എന്ന് പറയുന്നുണ്ട്. ഗോകു നിങ്ങൾ ഒരു ടീമായിട്ട് തന്നെ എടുത്തല്ലേ? ഈ ടീമിനെ ഞാൻ നോക്കിട്ട് എന്തര് ഇപ്പൊ നടക്കാൻ പോകുന്ന മാച്ച് ഒരു അൺപ്രഡിക്റ്റബിൾ എൻഡിങ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ടീംസ് ആണ്. അതെ. ഈ ഒരു സെമി ഫൈനൽ നോക്കുകയാണെങ്കിൽ എന്തായാലും നല്ല പോലെ ഡോമിനേഷൻ കാണിച്ച ഒരു ടീമുകളാണ് ഇതിൽ നിറഞ്ഞിരിക്കുന്നത്. സോ എന്തും നടക്കാം. നമുക്ക് ഈ ഒരു ഇന്ന് സെമി ഫൈനൽ തൊട്ട് സ്ലോ മോഡെല്ലാം ഓഫാക്കി കൊടുക്കണേ. സ്ലോ ഇതാരുടെ ഉമ്മ എടുത്തോണ്ടിരിക്കണേ? ഉമ്മ ജീവിയല്ല, അമാരായിരിക്കും. അമാരല്ലാണ്ടാരി മെസ് ബോയ് ആണ് കേട്ടോ. എടാ പന്ന കഴിവേറി. ഞാൻ ഈ സൗണ്ട് ഇവിടുന്ന് വരണേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടാ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഈഗിൾ ഗെയിമിങ്ങിന്റെ വക ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. ഓക്കെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫ്രം ദ കാസ്റ്റിംഗ് ക്രൂ. എല്ലാവർക്കും നന്നായിട്ട് കളിക്ക്. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം വെളി ഇറങ്ങിയിരുന്നത് ആഡ് പ്ലേ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ആൾക്കാർക്ക് നമ്മൾ ഈ ടൂർണമെന്റിലെ ആമോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാബു ആണ്. ബാബുവിന് ഒരു പ്രത്യേക നന്ദി. എല്ലാരും വെടിവെച്ച് കളയുന്ന ഇത്രയും ആമോ നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഗോഡ് ബാബ്സ് സപ്ലൈ ചെയ്യുന്ന ആർമറിന്ന്, അത് ഗോഡ് ബാബ്സിന്റെ ചിക്കൻ സിൻഡിക്കേറ്റ് സ്പോൺസർ ചെയ്യുന്ന ആമോ ആണ്. ഇവിടെ സ്കിപ്പ് ചെയ്യാവോ?
ഇത് ചെയ്തത്. ആൻഡ് നമുക്ക് നോക്കുവാണെങ്കിൽ ആഡ് സ്കിപ്പ് ചെയ്തു. എല്ലാരും വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ആയിരിക്കുക. വാറ്റ് ഗോകുവിന്റെ മിനറൽ വാട്ടർ ബ്രാൻഡ് ഡ്രിങ്ക് വാറ്റ് എന്ന് പറയണ മിനറൽ വാട്ടർ ആണ്. നിങ്ങൾ മാക്സിമം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും വെള്ളം കുടിച്ചിരിക്കുക. ആൻഡ് നമുക്ക് ആഡ് 3 ഗോഗു. അപ്പൊ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഈഗിൾസ് എക്സ്ലാൻഡിസ് ടൂർണമെന്റ് GTA 5 PvP നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരേ ഒരു ആൾ കാരണം മാത്രമാണ്. only and only ഈഗിൾ ഗെയിമിംഗ് മാത്രം കൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് നമുക്ക് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ടീംസിനെ ചാറ്റിൽ നിങ്ങൾക്ക് സ്പാം ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും ഇതൊരു കിടിലൻ ലോബി ആയിരിക്കും. 2 മിനിറ്റ് ആണ് നമ്മുടെ ടൈം. അതിൽ പ്ലേയേഴ്സ് ജോയിൻ ചെയ്തതിൽ 1 മിനിറ്റ് കൂടെ എക്സ്ട്രാ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഇവിടെ VH 5 പ്ലേയേഴ്സ് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഗെയിമിംഗ് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സെമി ഫൈനൽ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സിനും എല്ലാ ടീമിനും ആ ഒരു പൊസിഷൻ പോയിന്റ് എടുത്ത് ഫൈനൽസിൽ കയറാനുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ടീമിന്റെ ഇത്ര പേരൊക്കെ പോകുമ്പോഴേക്ക് ചിലപ്പോൾ അവർക്കൊന്ന് പാസീവായിട്ട് ചിലപ്പോൾ ഈ പോച്ചയ്ക്കുള്ളിൽ എല്ലാത്തിലൊക്കെ ഒളിച്ചിരിക്കേണ്ടി വരും. അതിനൊന്നും നിങ്ങൾ ആരും കളിയാക്കേണ്ട. പ്രത്യേകം എടുത്ത് പറയാനാണ്. പോച്ചയിലൊക്കെ ഒളിച്ചിരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഏത് ടീമിനാണെങ്കിലും ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ ഒരാൾ ചെയ്തു എന്ന് വിചാരിച്ചാൽ അതൊരു മോശം ടീമല്ല. പോയി എൻഡ് ഓഫ് ദി ഡേ ഇതൊരു നിങ്ങൾ GTA PvPക്ക് അപ്പുറത്തേക്ക് ഇതൊരു സർവൈവൽ, അതായത് ബാറ്റിൽ ഗ്രൗണ്ട് ഗെയിം പോലെ തന്നെ കാണണം. ഇപ്പൊ PUBGയിലാണെങ്കിലും നമ്മൾ അതൊക്കെ ചെയ്യാറുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളിവിടെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റിൽ ഇത് കാണണം. എന്നാൽ മാത്രമേ ടീമിനെ നിങ്ങൾക്ക് ഓണസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. സ്വന്തം ടീമിലുള്ള ഒരാളാണെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് വിചാരിക്കുക. സോ ടൈം ആയിട്ടുണ്ട്. നമുക്ക് ഫൈനൽസ് ആയതുകൊണ്ട് സെമി ഫൈനൽ ആയതുകൊണ്ട് 2 മിനിറ്റ് എക്സ്ട്രാ കൊടുക്കാം. 6 പ്ലേയേഴ്സ് കൂടാണ് ഇവിടെ ജോയിൻ ചെയ്യാനുള്ളത്. 6 പ്ലേയേഴ്സ് ഇവിടെ. VH 8 പ്ലേയേഴ്സ് മാത്രം, ഇറ്റാലിയയിൽ 8 പ്ലേയേഴ്സ്, ആൻഡ് കാറ്റാടി 10. ബാക്കി എല്ലാത്തിലും CSK TVയിൽ 10 പേര്, OGയിൽ ഒരാൾ, RZ7 10 പേര്, അൺനോണിൽ 9 പേരേ ഉള്ളൂ, CMൽ 10 പേര്, കാറ്റാടിയിൽ 10 പേര്, ഇറ്റാലിയയിൽ 8 പേര്, VHലും 8 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് നോക്കാം. 2 മിനിറ്റ് 9:54 കൃത്യം മാച്ച് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഇതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ഡിലേ ആക്കുന്നതായിരിക്കത്തില്ല. എന്താ ഒരു ചിരി ഇരിച്ചേ? ഷിഗാവത്ത് എല്ലാ ടീമിനും ഒരു ഓൾ ദ ബെസ്റ്റ് പറയാൻ വേണ്ടി ഇവിടെ ഷിഗാവത്ത് എത്തിയിട്ടുണ്ട്. ഷിഗാവത്ത് ഇവിടെ ഒരു ഓൾ ദ ബെസ്റ്റ് പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും. എന്താ എന്തോന്നൊക്കെ ഇപ്പൊ സ്റ്റോപ്പ് സ്ട്രീമിംഗ് ചെയ്യട്ടാ കീബോർഡില് സ്റ്റോപ്പ് സ്ട്രീമിംഗ് അടിക്ക് ഞാൻ സ്റ്റോപ്പ് സ്ട്രീമിംഗ് എങ്ങാനും ചെയ്താ അടിച്ച് പൊട്ടിക്കുന്നില്ലേ. മാച്ച് സ്റ്റാർട്ടാവാൻ പോണ്. അവൻ ഉമ്മയൊന്നും തരാൻ പറ്റത്തില്ല. അവൻ ഒടുക്കത്തെ ജാട ഓണാ. ഈഗിൾ ഗെയിമിംഗ് നല്ലപോലെ ചെറുതായോ? ഇല്ല കുറച്ചധികം ചെറുതായി. ഇപ്പൊ സെറ്റ് ആയില്ലേ? ഇപ്പൊ സെറ്റ്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ 1 മിനിറ്റ് ലാസ്റ്റ് 1 മിനിറ്റ്. VH 10 പ്ലേയേഴ്സ് വന്നിരിക്കുന്നു. ഇറ്റാലിയയിൽ 9 പ്ലേയേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. ആൻഡ് ഇവിടെ അൺനോണിൽ 9 പ്ലേയേഴ്സ്, OGയിൽ 9 പ്ലേയേഴ്സ്. 3 ടീമിൽ 9 പ്ലേയേഴ്സ് മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ടാറ്റാ 3 പ്ലേയേഴ്സ് 77 പ്ലേയേഴ്സും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹിയർ വി ഗോ. ദ മാച്ച് ഈസ് സ്റ്റാർട്ടിംഗ് 3, 2, 1 ലെറ്റ്സ് ഗോ. ആൻഡ് ഈഗിൾസ് എക്സ്ലാൻഡിസ് റാംപേജ് PvP ടൂർണമെന്റിന്റെ സെമി ഫൈനലിലെ മാച്ച് നമ്പർ 2 ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഫസ്റ്റ് മാച്ച് ആണ്. എല്ലാവർക്കും വെൽക്കം. ആൻഡ് കമന്ററി ബോക്സിൽ എന്നോടൊപ്പം MRC ഗോഗു. ഈഗിൾ ഗെയിമിംഗ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് തന്നെ. സോ നോക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് സ്റ്റേജ് ആണ്. സെമി ഫൈനലിലെ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. എന്താകുമെന്ന് കണ്ടറിയാം. നല്ല പോലെ കളിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കുറെ ടീംസ് ആണ് ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ നല്ല വെടി പൊട്ടുന്നത് നമുക്ക് കാണാം. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഞാൻ ബഗ്ഗായോ? പക്കുവിനെ സ്പെക്ക് ചെയ്തിട്ട് വരുന്നില്ല. വന്നു. ഇല്ല, ഞാൻ സ്പെക്ക് ചെയ്തിട്ടുണ്ടായില്ല. സോ
സെക്കൻഡ് മാച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രതീക്ഷയുള്ള ഒരു ടഫ് കോമ്പറ്റീഷൻ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിന്റെ മാച്ചാണ്. ഗ്രൂപ്പ് നമ്പർ 2-ന്റെ മാച്ചാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ആവുന്നത്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ ചാറ്റിൽ സപ്പോർട്ട് ചെയ്യാം. ഹെൽത്തി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറിവിളികൾ ഒഴിവാക്കുക. എന്തായാലും ഇതൊരു ടൂർണമെന്റ് ആണ്, ഒരു ഗെയിം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെ കാണുക. വീറും വാശിയും വേണ്ടെന്ന് പറയണില്ല, അത് എന്തായാലും വേണം. പക്ഷേ അത് മറ്റുള്ള ടീമുകളെ താഴ്ത്തിക്കെട്ടിയും ചീത്ത വിളിച്ചും ആവരുത് എന്നുള്ളൊരു റിക്വസ്റ്റോട് കൂടി ഞാൻ MRC ഗോകുവിനെയും കൂടി സ്വാഗതം ചെയ്യുന്നു. MRC ഗോകു, ഇപ്പൊ എന്താണ് പറയാനുള്ളത് ഈ ഒരു ഗ്രൂപ്പിനെ പറ്റി? ഈഗിൾ ഗെയിമിംഗ് ഇപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു തെറിവിളികൾ നിർത്തുക എന്നാണ് പറഞ്ഞത്. ഹെൽത്തി ആയിട്ടുള്ള തെരുവുകൾ നിർത്താല്ലേ, ഹെൽത്തി ആയിട്ട് സപ്പോർട്ട് ചെയ്യുക. അതെ, പക്ഷെ പറഞ്ഞതില്ല അങ്ങനെ ആയിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, ഒരു നാക്ക് വെട്ടിപ്പോയതിന്റെ ഒരു പ്രശ്നമാണ്. കുഴപ്പമില്ല. നോക്കുവാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ കളിയിൽ നോക്കുവാണെങ്കിൽ എല്ലാ ടീമും തന്നെ കുറച്ചൊന്ന് ഒരു ആദ്യത്തെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് അടിയോടടിയായിരുന്നു. സോ അത് നോക്കണമെങ്കിൽ CSK എല്ലാ വട്ടം ഇറങ്ങുന്നത് പോലെ തന്നെ അവരവരുടെ ഡ്രോപ്പിൽ ഇറങ്ങി ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. CSK മോട്ടൽ ബിൽഡിംഗ് ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ടിവിയുടെ തൊട്ടടുത്തായിട്ട് UK ഉണ്ട്. ആൻഡ് നമുക്ക് നോക്കാം ഇവിടെ എന്തും സംഭവിക്കാം. കറന്റ് ഒരാൾക്കും എങ്ങും കില്ലും കാര്യങ്ങൾ ഫൈറ്റും ഒന്നും ഇതുവരെ ആക്കിയിട്ടില്ല. 77 3 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ ജോയിൻ ആവാറുന്നത്. ഇറ്റാലിയയിൽ ഒരു പ്ലെയർ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ UK-യിൽ ഒരു പ്ലെയർ ഇല്ലായിരുന്നു. അതുപോലെ VH-ലും ഒരു പ്ലെയർ ഇല്ലായിരുന്നു. ബാക്കി എല്ലാത്തിലും OGയിൽ ഒരു പ്ലെയർ ഇല്ലായിരുന്നു. ബാക്കി എല്ലാത്തിലും ഫുൾ സ്ക്വാഡ് ആയിട്ടാണ് കളിക്കുന്നത്. 3 പ്ലേയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലാതിരുന്നത്. ആൻഡ് ഇവിടെ നോക്കാം ആരായിരിക്കും ഈ ഒരു ലോബി ഡോമിനേറ്റ് ചെയ്തത്. നമുക്ക് നോക്കാം. സോ മാപ്പിൽ നോക്കുകയാണെങ്കിൽ കണ്ട ടീമുകളെല്ലാം സേഫ് ആയിട്ടുള്ള അവരുടെ പൊസിഷനിലേക്കാണ് ഇവിടെ എല്ലാ ടീമുകളും ഇറങ്ങിയിട്ടുള്ളത്. 1 2 3 3 ടീം ഇവിടെ, 4ാമത്തെ ടീം ഇവിടെ, 5ാമത്തെ ടീം, 6ാമത്തെ ടീം, 7ാമത്തെ ടീമാണ് ഒന്ന് സ്പ്ലിറ്റപ്പ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അൺനോൺ ആണ് കുറച്ച് സ്പ്ലിറ്റപ്പ് ആയി പോയത്. അവരുടെ ഡ്രോപ്പ് ഇപ്പോഴും അവർ അങ്ങനെ സെറ്റായി വന്നിട്ടില്ല. അവർ ബാക്കി വേറെ ഒരു 4 പ്ലേയേഴ്സ് സ്പ്ലിറ്റപ്പ് ആണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ 6-7 ആണോ അത്? ഇറ്റാലിയ വിത്ത് 9 പ്ലേയേഴ്സ് ആണ് ഇറ്റാലിയ അവിടെ ഉണ്ട്. കറന്റ് വേറെ എങ്ങും തന്നെ ഫൈറ്റ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ 6-7 നോക്കുകയാണെങ്കിൽ ഇവിടെ യൂട്യൂൾസിന്റെ സൈഡിലാണ് 6-7. യൂട്യൂൾസ് അല്ലല്ലേ? ഓക്കെ, സാൻഡി ആണല്ലേ? റിബൽ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗ്. ഞാൻ മണ്ടാവശ്യം മാത്രമേ കണ്ടുള്ളൂ. സോ റിബൽ ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗ് സൈഡാണ് 6-7 ഡ്രോപ്പ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ ഗോകു അഡിക്റ്റ് OG ഒരു സബ്സ്ക്രിപ്ഷൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ബ്രോ, മീൻസ് എ ലോട്ട്. താങ്ക് യു വെൽക്കം ടു സ്ട്രീം ഗോകു അഡിക്റ്റ് OG. താങ്ക് യു സോ മച്ച്. അപ്പം എല്ലായിടത്തും ഫൈറ്റുകളൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ നോക്കുകയാണെങ്കിൽ ഈഗിൾ ഗെയിമിംഗ് ഇന്ന് നമ്മുടെ സെമിഫൈനലിന്റെ ഫസ്റ്റ് റൗണ്ട്സ് ഒക്കെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നാളെ ആയിരിക്കും സെമിഫൈനലിന്റെ ആ ലാസ്റ്റ് 2 ഗ്രൂപ്പ് നടക്കുന്നത്. അതിനുശേഷം അതിന്റെ പിറ്റേന്ന് ഫൈനൽസ് ആണ് നടക്കാൻ പോകുന്നത്. ഈഗിൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ തൊണ്ട ഉണ്ടാവും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഫൈനൽ എന്തായാലും ഉണ്ടാവും. നമ്മുടെ ഒരു ഫോട്ടോ സൈഡിൽ കെട്ടി തൂക്കിയാണെങ്കിലും സ്ട്രീം നടക്കുന്നതായിരിക്കും. അതിലൊന്നും എനിക്ക് പറയാനുള്ളത് ഈഗിൾ ഗെയിമിംഗ് ഫൈനൽസിൽ ചിലപ്പോൾ എനിക്ക് പോകേണ്ടി വരും. സോ ഞാൻ മനസ്സുകൊണ്ട് ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ അത് എന്റെ ടീമും കൂടെ ആയി പോയത് കൊണ്ട് മാത്രം അങ്ങനെ ഒരു പ്രാർത്ഥന എന്റെ സൈഡിൽ നിന്നും ഉണ്ടാവില്ല. നീ ഫൈനൽസ് കളിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്തായാലും നമുക്ക് നോക്കാം. ഇന്നൊരു ഡിസപ്പോയിന്റ്മെന്റ് എന്താന്ന് വെച്ചാൽ ബോസ്റ്റൺ ഫാൻസിന് വേണ്ടിയിട്ട് ബോസ്റ്റൺ കളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഇവിടെ ബോസ്റ്റൺ ഫാൻസ് ഇനി ഉണ്ടാവുമോ ഗോകു? അത് പറയുകയാണെങ്കിൽ ബോസ്റ്റണിന്റെ ഒരു മൈൻഡ് സെറ്റ് ആണ്. ഞാനില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും കയറി കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേർ കളിക്കാൻ ഒരു സ്ലോട്ട് നമ്മുടെ ബോസ്റ്റൺ മാറിക്കൊടുക്കണം. അത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഈഗിൾ ഗെയിമിംഗ്. സത്യം ബോസ്റ്റണിന്റെ ആ ഒരു മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ബോസ്റ്റൺ ഈസ് എ റിയൽ ജെം. എന്തായാലും നമുക്ക് നോക്കാം. ഐ ലൈക്ക് യുവർ ചിരി. കീപ് ദാറ്റ് ചിരി. KTD ഇവിടെ ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ടീമുകളും ലൂട്ടിംഗ്. നമുക്ക് തൊട്ടടുത്തായിട്ട് വേറെ എങ്ങും തന്നെ ഒരു ഫൈറ്റ്, ആദ്യത്തെ ഒരു ഫൈറ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ OG വേഴ്സസ് ഇറ്റാലിയ നടക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. OG വേഴ്സസ് ഇറ്റാലിയ ആയിരിക്കും നമ്മുടെ ഗ്രൂപ്പ് 2-ലെ ഫസ്റ്റ് ഫൈറ്റ് നടക്കാൻ പോകുന്നത്. OG വേഴ്സസ് ഇറ്റാലിയ ആണെന്ന് തോന്നുന്നു. OG അവരുടെ ഇറ്റാലിയയുടെ അടുത്തോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇറ്റാലിയ വേഴ്സസ് OG ആയിരിക്കുമോ ആദ്യത്തെ ഫൈറ്റ്? സോ നോക്കുകയാണെങ്കിൽ OGയും ഇറ്റാലിയ ഒരു അഗ്രസീവ് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ആണ് 2 ടീമിലും. സോ എന്തായാലും അവരൊരു ഫൈറ്റ് നടക്കാൻ പോകണമെങ്കിൽ എന്തായാലും ആ ഒരു ഫൈറ്റ് എന്തായാലും എടുത്തിരിക്കും ഇറ്റാലിയ ആൻഡ് OG. സോ നമുക്ക് നോക്കാം. OG ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് ആൾറെഡി എടുത്തിട്ടുണ്ട്. സോ ഇറ്റാലിയ നോക്കുകയാണെങ്കിൽ ആ ഒരു താഴെ ഏരിയ തന്നെയാണ് നിൽക്കുന്നത്. പാക്കുവിന് കണ്ണ് കാണത്തില്ല എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നുണ്ട്.
ഓക്കെ, കണ്ടുപിടിച്ചിട്ടുണ്ട് പാക്കു, താങ്ക് യു. ആൻഡ് ഓജി ഇവിടെ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്ത് നിൽക്കുകയാണ്. അതിലേക്കാണോ ഇറ്റാലിയ കയറി വരുന്നത്, അതോ ഇറ്റാലിയ അവിടുന്ന് ഇറ്റാലിയുടെ അടുത്തോട്ട് പുഷ് ചെയ്യാനാണോ ഓജിയുടെ പ്ലാൻ എന്ന് നമുക്ക് നോക്കാം. ഓജി വേഴ്സസ് ഇറ്റാലിയ, 8 ഔട്ട് ഓഫ് 8 ടീംസും ഇവിടെ തന്നെ ഉണ്ട്. ഒരു പ്ലെയർ പോലും ഈ ഒരു ലോബിയിൽ ഡെഡ് ആയിട്ടില്ല. ഈ 77 പ്ലേയേഴ്സ് ജോയിൻ ചെയ്തതിൽ 77 പ്ലേയേഴ്സും മേലേവായിട്ട് നിൽക്കുന്നു. സോ ദ സെമി ഫൈനൽ ഹീറ്റ് ഈസ് ഓൺ. CM വേഴ്സസ് UK നടക്കാൻ ചാൻസ്. CM വേഴ്സസ് UK അവിടെ തൊട്ടടുത്ത് നടക്കാനുള്ള സാധ്യതയും ഉണ്ടെന്ന് തോന്നുന്നു. അതെ, CM വേഴ്സസ് UK നടക്കാനുള്ള ചാൻസ്, അതെന്തായാലും നടക്കാൻ ചാൻസ് കൂടുതലാണ്. CM വേഴ്സസ് UK. CM വേഴ്സസ് UK വളരെ ക്ലോസിൽ എത്തിയിരിക്കുന്നു. രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ CM സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? CM നമ്മുടെ കൂട്ടത്തിലെ ഈ ഒരു ലോബിയിൽ ഡോമിനേറ്റ് ചെയ്ത് #1 വന്ന ടീമാണ് CM. ഇതെന്താ ഇവരിട്ടേക്കുന്നേ? ജട്ടി. തന്നെയാണല്ലേ, പക്ഷെ ദൂരന്ന് കാണുമ്പോൾ താഴത്തെ ആ ഒരു പിങ്ക് കളർ കാണുന്നില്ല. ജട്ടിപ്പുറത്താണ് ഇന്ന് നമ്മുടെ ജട്ടി അല്ലേ ഇത്? ബെർമുഡ അല്ലേ ഇത്? അതെ അതെ, ഷോർട്സ് ആണ്, എന്ത് പറയാം, ഷോർട്സ് ആണ്. നമ്മള് ഷോർട്സ് ഇട്ടാണ് ഇന്ന് നമ്മുടെ CM അല്ലല്ലോ UK അവിടെ വന്നിരിക്കുന്നത്. UK വേഴ്സസ് CM ആയിരിക്കുമോ, അതോ ഇറ്റാലിയ വേഴ്സസ് OG ആയിരിക്കുമോ അവിടെ ഫിഗറാവുന്നത്? അതിന്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇറ്റാലിയ OG ഫൈറ്റ്. എന്താ ഒരു അഡ്മിൻ അതിൽ കൂടെ പറന്നുപോയി. ഇങ്ങനെ. സോ എന്തായാലും ഈ ഒരു ഗ്രൂപ്പില് നല്ലപോലെ അടി പൊട്ടാൻ പോകുന്ന ഒരു ഗ്രൂപ്പാണ്. സോ ഇതുവരെ തന്നെ അടി പൊട്ടിട്ടില്ല. അതിനൊരു കാരണം എന്ന് ടിവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ RC7 വേഴ്സസ് TVA നടക്കും, നമുക്ക് കണ്ടറിയാം. RC7 വേഴ്സസ് TVA നടക്കാനുള്ള എല്ലാ ചാൻസും അവിടെ ഉണ്ട്. CSK വേഴ്സസ് RZ7 നടക്കൂല്ലോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ ഒരു ഫൈറ്റ് നടന്നാൽ അവിടെ ഇൻസ്റ്റന്റ് KTDയുടെ തേർഡ് പാർട്ടി വരാനുള്ള ചാൻസസും ഉണ്ട്. RZ7 വേഴ്സസ് TVA നടക്കുമോ? ഇല്ല, RZ7ന്റെ സൈഡിൽ നിന്ന് ഒരു ഹോൾഡ് അല്ല, അവര് മുന്നോട്ട് തന്നെ അപ്രോച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. RZ7 വേഴ്സസ് TVA CSK വേഴ്സസ് RZ7. പക്ഷെ എന്റെ ഒരു ഇതില് RC7 TVA സ്പോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ TV RC7 സ്പോട്ട് ചെയ്തിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇല്ല, നോക്കി നിൽക്കുന്നുണ്ട്. മെസ്ബോയ് ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ RZ7 വേഴ്സസ് TVA. RZ7 അവിടെ ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുന്നു. ആ ബസ്സിന്റെ ബാക്കിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുവാണ്. അവർക്ക് കുറച്ച് ഓപ്പണിൽ പോയാൽ ഫൈറ്റ് ആവുമെന്നുള്ളൊരു രീതി ഉള്ളത് കൊണ്ട് ആണെന്ന് തോന്നുന്നു. സോ TVA പൊസിഷൻ ചേഞ്ച് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. രണ്ട് ടീമിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ പ്ലേയേഴ്സ് ആണെന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യം വളരെ പാടാണ്. നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഇവിടെയും ഫൈറ്റ് കമ്മിറ്റ് ആയിട്ടില്ല. രണ്ടിടത്തും എല്ലാവരും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. സെമി ഫൈനലിന്റെ ഒരു പാനിക്നെസ് ആണോ എല്ലാവർക്കും? അതെ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടീം ആ ഒരു ചിന്തയിലൂടെ അല്ല കളിച്ചത്. പക്ഷേ ഈ ഫസ്റ്റ് ഗ്രൂപ്പില് ഈ ഒരു ഗ്രൂപ്പ് എല്ലാരും ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കി തന്നെയാണ് കളിക്കുന്നത്. TVA നിന്ന് പൊസിഷനിലേക്ക് RZ7 പുഷ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. RZ7 അവിടെ എത്തി. പക്ഷെ TVA ആ ഒരു കല്ലിന്റെ സൈഡിലേക്കാണ് TVA മാറിയിരിക്കുന്നത്. മോബി IGLing ചെയ്യുന്ന TVX CSKയും അതേപോലെ RZ7 ആരാണ് IGL ഗൈസ്? RZ7 IGL ആരാ? ഫ്ലഫി ആണോ? ഫ്ലഫി ആണെന്ന് തോന്നുന്നു. ഫ്ലഫി നയിക്കുന്ന RZ7 തമ്മിലുള്ള ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. ഫ്ലഫി ഓക്കെ. സോ നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഒരു ഫൈറ്റിന് വേണ്ടി. ഈഗിൾ ഗെയിമിംഗ് പറയുവാണെങ്കിൽ അതൊരു സത്യം പറഞ്ഞാൽ രണ്ടും നമ്മൾ നേരത്തെ ഒരു ഗ്രൂപ്പില് ഒരു അഗ്രസീവ് ആയിട്ടൊരു ഇത് കണ്ടു, ഈ ഒരു ഗ്രൂപ്പില് ഒരു പാസീവായിട്ട് കണ്ടു. പക്ഷെ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു രീതിയായിരിക്കും കളി പോകുന്നതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഗ്രൂപ്പില് ആ ഒരു കളി പോകുന്നതും. സോ എന്തായാലും 8 ടീം ഇപ്പോഴും ബാക്കി, ഇതുവരെ ആരും തന്നെ ഡൗൺ ആയിട്ടില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഇവിടെ CM UKയും മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ടുമുട്ടിയവരാണ്. അവർ ഇതുവരെ ഒരു ഫൈറ്റ് എടുത്തിട്ടില്ല. ആരെങ്കിലും ഒരാൾ ഫൈറ്റ്. വേറൊരു കാര്യങ്ങളുണ്ട് MRC നോക്കുകയാണെങ്കിൽ 8 പേരും 77 പേര് വിലയുമാണ്. ആദ്യത്തെ ഒരു കില്ല് കൊടുക്കാനുള്ള ഒരു മടി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അല്ലേ? അതെ. നമുക്ക് 3 മിനിറ്റ് ഉണ്ട് സോൺ ഹോൾഡ്. എല്ലാവരും തന്നെ ഒരു ഫൈറ്റ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ എടുക്കാന്നുള്ള ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. മാപ്പ് കാണിക്കാം.
സോ മാപ്പ് നോക്കുകയാണെങ്കിൽ കറന്റ് TVA അതേപോലെ തന്നെ RZ7 സോണിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. സോണിനകത്ത് ഇവിടെ നോക്കുവാണെങ്കിൽ ചോട്ട മുംബൈയും അതുപോലെ സോൺ ടിപ്പില് UK ഉണ്ട്. ആൻഡ് ഇവിടെ ഇറ്റാലിയ കുറച്ച് സേഫ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് സോണിനകത്തോട്ട് വരുന്നതേ ഉള്ളൂ. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ VHലെ പ്ലേയേഴ്സും ഇവിടെ തന്നെ ഉണ്ട്. ആൻഡ് സോൺ ഔട്ടിൽ നോക്കുവാണെങ്കിൽ കാറ്റാടിയിലെ പ്ലേയേഴ്സ് ഉണ്ട്. ഇതുവരെ ഒരു ഫൈറ്റും എങ്ങും കമ്മിറ്റ് ആയിട്ടില്ല. എല്ലാ പ്ലേയേഴ്സും കൂട്ടിമുട്ടുന്ന പോകുന്നതേ ഉള്ളൂ. ഇനിയുള്ള 2 സോണിൽ തീ പാറും. അതെ, സോ ഇനി ഇറ്റാലിയ എന്തായാലും നല്ലൊരു ഫൈറ്റ് തന്നെയായിരിക്കും വരുന്നത്. ഇറ്റാലിയ കയറി വരുന്നുണ്ട് സോണിലേക്ക്. എല്ലാ പ്ലേയേഴ്സും സോണിന് ഇറ്റാലിയയുടെ തൊട്ട് മുമ്പിൽ VH ഉണ്ട്. VH വേഴ്സസ് ഇറ്റാലിയ നടക്കാനുള്ള ചാൻസ് ഉണ്ടോ? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ ഹോൾഡ് ആവുകയാണ്. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ആരും തന്നെ ലോബിയാണ്. ഒരു മട്ടത്തിറങ്ങി അടിച്ച് ഓപ്പണിലോട്ടൊക്കെ പോയി ഒന്നും ഫൈറ്റ് എടുക്കാൻ വേണ്ടിട്ട് നോക്കുന്നില്ല. എല്ലാരും ഒരു കവർ ഏരിയ ഉള്ള സ്ഥലം തന്നെ നിൽക്കുന്നത്. നോക്കുകയാണെങ്കിൽ VHന്റെ ഫ്രണ്ടിലേക്ക് ഇറ്റാലിയ അവിടെ VHനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? ഇറ്റാലിയ അവിടെ VHനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ടുങ് ടുങ് സഹൂറിന്റെ വക ഒരു അതേ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. സഹൂർ എന്തായാലും കുറച്ചു നേരം നമുക്കൊരു റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇനി നിർത്താതെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ ഒരു സ്മോക്ക് വീണു. അതൊരു ഫേക്ക് സ്മോക്ക് ആണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു സ്മോക്ക് ഇട്ടതിന് ശേഷം അവരാരും അനങ്ങാതെ തന്നെ ഒരു മൊമെന്റ് പോലും കൊടുക്കാതെ തന്നെ നിൽക്കുവാണ്. മേ ബി അവരുടെ മുമ്പിലേക്ക് പുഷ് ചെയ്യുവാണ് എന്ന് ഇറ്റാലിയ കാണിക്കാൻ വേണ്ടി ഇട്ടൊരു സ്മോക്ക് ആയിരിക്കാം. അതെ. സോ നോക്കുവാണെങ്കിൽ വേറെ ഈ ഒരു ഏരിയയിലും നമ്മുടെ സ്കോർ ബോർഡ് എടുത്ത് നോക്കിയാൽ ഇത്ര നേരമായിട്ട് ബാക്കിംഗ് ഓഫ് VH സേഫ് ആയിട്ട് സോണിൽ പോയി കളിക്കാനുള്ള പ്ലാൻ അടിച്ചു പോയി തോന്നുന്നു. 77 എന്നുള്ളൊരു 76 ആയിട്ടുണ്ട്. 76 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരോ ഒരാൾ കത്തിപ്പോയി. ഏതോ ഒരു ടീമിൽ ആരോ ഒരാൾ കത്തിപ്പോയിരിക്കുന്നു. ഏത് ടീമിലാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുവരെയും ഒരു ടീമിന് കിട്ടിയിട്ടില്ല. ഒരു ടീം പോലും മാച്ച് തുടങ്ങി ഏകദേശം 10-15 മിനിറ്റ് ആയിട്ട് പോലും ഇതുവരെയും ഒരു ടീം പോലും ഒരു കില്ല് പോലും സെക്യൂർ ചെയ്യാത്ത ഒരേ ഒരു ഗ്രൂപ്പ് ഇതായിരിക്കും. ആൻഡ് സെമി ഫൈനൽ പ്രഷർ ഈസ് ഓൺ. എല്ലാ ടീമുകൾക്കും ആ പ്രഷർ നല്ല രീതിയിലുണ്ട്. അതെ, അത് നോക്കുകയാണെങ്കിൽ ഒരു നല്ല പോലെ കളിക്കുന്ന കുറെ ടീമുകൾ ഉള്ളൊരു ഇതാണ് മാച്ചാണ് ഇത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഫൈറ്റ് എടുക്കുമ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി എന്തായാലും വരും എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും എല്ലാവരും കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ പാസീവായിട്ട് കളിക്കുന്നത് എല്ലാവരും ഒരു തേർഡ് പാർട്ടി എടുക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും അവരെ ഒരു മൈൻഡ് സെറ്റ്. ഉറപ്പായിട്ടും. കാരണം ഇനി തേർഡ് പാർട്ടിയുടെ അയ്യൊരു കളിയായിരിക്കും. കാരണം ഇഷ്ടം പോലെ തേർഡ് പാർട്ടി സംഭവിക്കാം. 8 ടീമും വെയിറ്റ് ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. TVA ഇവിടെ നോക്കുകയാണെങ്കിൽ TVA എല്ലാ സൈഡും ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. CM ഇവിടെ നിൽക്കുകയാണ്. ഈ TVA വേഴ്സസ് CM ഒരു ഫൈറ്റ് കമ്മിറ്റ് ആയാൽ അവിടെ 100% UKയുടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ അവർ രണ്ടുപേരുടെ ഫൈറ്റ് കമ്മിറ്റ് ആയാൽ TVയുടെ ഒരു തേർഡ് പാർട്ടി എന്തായാലും അവിടെ ഉണ്ടാവും. എല്ലാ ടീമുകളും ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ലോബിയിൽ ആ ഒരു തേർഡ് പാർട്ടി എടുത്ത് കളിക്കുന്നത് തന്നെ എനിക്ക് ഒരു നല്ലൊരു മൂന്നാണ് എൻ്റെ ഒരു ഇത്. ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. തേർഡ് പാർട്ടി എന്തായാലും ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. അതൊരു സ്ട്രാറ്റജിയാണ്. ടൈംലി അത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു IGL അല്ലെങ്കിൽ നല്ല കോൾ വിളിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു തേർഡ് പാർട്ടി സാധനം എന്തായാലും നമുക്ക് ഇവിടെ ഈ ഒരു ടൂർണമെന്റിലോ ആയാലും അത് PUBG ആയാലും എന്തിലായാലും അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, അത് ഇന്നലെ മെനിങ്ങാന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. തേർഡ് പാർട്ടി വന്ന ടീംസ് തന്നെ വൈപ്പായി പോകുന്നത്. സോ ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ നല്ല പോലെ തന്നെ ആ തേർഡ് പാർട്ടി എടുക്കാൻ പറ്റാത്തവരാണെങ്കിലും അത് എന്തായാലും സക്സസ് ആക്കാൻ പറ്റത്തില്ല. സോ എല്ലാത്തിനും ഒരു കഴിവ് വേണം. ഉറപ്പായിട്ടും MRG ഗോഗു. അതെ, യെസ്. നമ്മളിങ്ങനെ വായ്ത്താളം അടിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ വേറെ ഒരിടത്തും ഫൈറ്റ് കമ്മിറ്റ് ആവുന്നില്ല. അതെ, എന്തേലൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ രണ്ടും ഈഗിൾ ഗെയിമിംഗ്. മിണ്ടാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തൊക്കെയോ വായി തോന്നുന്നത് പറയുന്നു. അതെ, എന്തെങ്കിലും തെറ്റുപറ്റുകളുണ്ടെങ്കിൽ അത് തെറ്റാണെന്നുള്ള ഇതിൽ ചിന്തയിൽ നിങ്ങൾ അനങ്ങാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ജീവിച്ചു പോട്ടെ. സോ നമുക്ക് നോക്കാം അടുത്തൊരു ഫൈറ്റ് എവിടെയെങ്കിലും വരുന്നോ ഇല്ലയോ എന്നുള്ളത്. ഇതുവരെയും എങ്ങും തന്നെ ഒരു ഫൈറ്റ് കമ്മിറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ നീയും ഒരു തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു ഫൈറ്റ് നടക്കില്ലെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് നീ എന്നെ പാട്ട് പുറത്താക്കിയത് എന്തിനായെന്നുള്ളൊരു ചോദ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഫൈറ്റ് ഒരു ഏകദേശം ഒരു പെർസെന്റേജിൽ എത്തുമ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതെ, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്
ഇനി ഈ ഒരു സോൺ കയറി ഇവരെ fight നെക്സ്റ്റ് ചെയ്യണം. സോൺ അല്ലെങ്കിൽ 18 സെക്കൻഡിൽ സോൺ ക്ലോസ് ആവുന്നതായിരിക്കും. ഈ ഒരു സോൺ മാറുമ്പോൾ എല്ലാ പ്ലേയേഴ്സും മൂവ് ചെയ്ത് തുടങ്ങും. ഈ ഒരു സോൺ എങ്ങോട്ട് മാറും നമുക്ക് നോക്കാം. 17 സെക്കൻഡിൽ അടുത്തൊരു സോൺ വരുന്നതായിരിക്കും. പക്ഷെ എനിക്ക് എന്തായാലും ഒരു ഉറപ്പുണ്ട്, ഈ ഒരു ലോബി ഈ ഒരു ഫസ്റ്റ് Okay. മാച്ച് മാത്രമായിരിക്കും ഇങ്ങനെ. അതെ. ഈ ഒരു മാച്ച് കഴിഞ്ഞാൽ അടുത്ത ഇവരുടെ ഈ മാച്ചസ് ഒന്നും ഇവര് ആൻഡ് എന്തായാലും സോൺ നോക്കുവാണെങ്കിൽ നേരെ കളിക്കാൻ പോകുന്നില്ല. TV സൈഡിലേക്ക്, TV പ്ലേയേഴ്സ് നിൽക്കുന്ന സൈഡിലോട്ടാണ്, കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സൈഡിലോട്ടാണ് സോൺ ഷിഫ്റ്റ് ആയിരിക്കുന്നത്. ആൻഡ് ഇവിടുന്ന് ഇറ്റാലിയ ആണെങ്കിലും അതുപോലെ തന്നെ RZ7 ആണെങ്കിലും എല്ലാവർക്കും റൊട്ടേറ്റ് ചെയ്ത് സോണിലേക്ക് വരണം. ആൻഡ് ഇവിടെ VH മുൻകൂട്ടി അത് കണ്ട് VH സോണിൽ നല്ലൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തിരിക്കുന്നു. VH is waiting for ഇറ്റാലിയ എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ VH വേഴ്സസ് RZ7 ആവാനുള്ള ചാൻസും ഉണ്ട്. അവർ ഈ ഒരു പക്ഷേ ഇല്ല, അവര് റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ KTD ഇവിടെ സോൺ ടിപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫൈറ്റ് എടുക്കാനാണോ CM പോകുന്നത്? CM ആ ഫൈറ്റ് എടുക്കാൻ പോകുന്നുണ്ടോ ഇല്ലോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഒരു അനക്കവും ഇല്ല, CM-നൊന്നും ഒരു അനക്കവും ഇല്ല. സോൺ ടിപ്പ് കളിക്കാനുള്ള പ്ലാൻ. എല്ലാരും മറ്റേ PUBG ടൂർണമെന്റ് ഒക്കെ കളിക്കുന്നത് പോലെ തന്നെ സോണിനോട് ചേർന്ന് കളിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അതെ. എന്തെങ്കിലുമൊക്കെ പറയണം MRC സ്റ്റോക്ക് അല്ല, നമുക്കതിലൊരു കുറ്റവും പറയാനില്ല. കാരണം ഇത്രയും നല്ല ടീമായിട്ടുള്ള ഒരു ലോബിയിൽ ചുമ്മാ പോയി ഫൈറ്റ് ചെയ്ത് എന്തായാലും പണി പാളാൻ ചാൻസ്. എവിടെ ഒരു അടി വെടി പൊട്ടുന്നു. എന്തോ എവിടെ എന്താണത്? RZ7 അവിടെ ചുമ്മാ വെടിവെച്ച് നോക്കിയതാണത്. അത് പൊട്ടിച്ചതായിരിക്കും മിക്കവാറും. ഓക്കെ, അത് ക്ലയന്റ് സൈഡാണ്. എനിക്ക് എന്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ നമ്മൾ അത് പൊട്ടിയത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൊട്ടത്തില്ല. നമ്മുടെ അത് ഓരോരുത്തരുടെ POV-ലും വേറെ വേറെ ആയിരിക്കും. അതെ, അതുകൊണ്ട് പൊട്ടിയിട്ടില്ല. ഇല്ല, ഞങ്ങളുടെ അത് പൊട്ടിയിട്ടില്ല. എന്റെ പൊട്ടിയിട്ടുണ്ട്. അതാണ് ഞങ്ങളെല്ലാം അത് പൊട്ടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാനും പറഞ്ഞത് MRC ഗോകു. അതെ അതെ, എന്റെ പൊട്ടിയിട്ടില്ല. ഞാൻ പാക്കുവിനോടാണ് പറഞ്ഞത്. നമ്മൾ ഗെയിമിംഗ് ഞാൻ അതിന് MRC ഗോകുവിനോട് ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ പാക്കുവിനോട് ഫൈറ്റ്, പാക്കു നമ്മളോട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നു ഈഗിൾ ഗെയിമിംഗ്. ഓക്കെ പറയുന്നത് വിശ്വസിക്കാൻ വിശ്വസിച്ചില്ല. അതെ, ലൈവ് എടുത്ത് നോക്കാൻ പറയണം. പാക്കുമായിട്ട് നമുക്ക് ഫൈറ്റ് വെച്ചാലോ? അതെ, ലൈവ് ഓൾറെഡി റണ്ണിങ് സൈറ്റിൽ. അതെ അപ്പൊ പിന്നെ പാക്കുവിന് ലൈവിൽ കണ്ടുകൂടെ? ഞങ്ങളുടെ എന്തിനാ ചോദിക്കുന്നേ? അടിയാക്കിയാലോ കമന്ററി ഫൈറ്റ് അത്. സോ നമുക്ക് എന്തായാലും നോക്കാം. 8 ടീംസും ഇതുവരെ ഒരു ഫൈറ്റ് പോലും എടുക്കാതെ നിൽക്കുന്നു. ഇത് എന്താണെന്നറിയോളൂ? ഇത് ഇവന്മാർക്ക് ജയിക്കാനല്ല, നമ്മളെ കൊല്ലാനാണ്. നമുക്കൊരു കാര്യം ചെയ്ത് ഏതെങ്കിലും ടീമിന് അക്കൗണ്ട് സാധനം ഇട്ടിട്ട് നമുക്ക് ഏതെങ്കിലും ടീമിന്റെ അടുത്തോടെ സ്പോൺ ചെയ്തിട്ടല്ലോ. അതായിരിക്കും നല്ലത്. അതെ, ഇവിടുത്തെ UK മാറി. UK റൊട്ടേറ്റ് ചെയ്ത് UK ഒരു പ്ലെയർ സോണില് നോക്കായി. മൈൻഡ് വെക്കാതെ അവനെ വേണ്ടേ ഇവർക്ക്? അപ്പൊ എനിക്ക് തോന്നുന്നു AFK ആയിരുന്നു തോന്നുന്നു. അല്ലല്ല, അവൻ ബഗ് ആയതാ. അതെന്താണെന്നൊന്ന് ചോദിക്കേണ്ടതാണ്. UK പ്ലെയറിനെ ബഗ് ആയതാണെങ്കിൽ ഒന്ന് അഡ്മിൻസ് ഒന്ന് പെട്ടെന്ന് ഒന്ന് സ്പെക്ക് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് തിരിച്ചെത്തിക്കേണ്ടതാണ്. സോണിൽ UG ഇട്ടഡോറി മരിച്ചിരിക്കുന്നു. ഇട്ടിട്ടുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ സ്റ്റിൽ എല്ലാരും വേറെ പല രീതിയിലോട്ടാണ് പോയിട്ടുള്ളത്. നമ്മുടെ CM ആണെങ്കിൽ ഒരു ഏരിയയിലോട്ട് പോയിട്ടുണ്ട്, UK ആണെങ്കിൽ വേറൊരു ഏരിയ പോയിട്ടുണ്ട്. ഇവരെ രണ്ടുപേരും നോക്കിക്കൊണ്ട് നമ്മുടെ TVA ആ ഏരിയ തന്നെ നിൽക്കുന്നത്. ഇറ്റാലിയ ഒരു ഫോറസ്റ്റ് ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. സബർജല്ലി നോക്കുവാണെങ്കിൽ സബർജല്ലിയുടെ സീസൺ ആണ് ഇത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സബർജല്ലി ഒറ്റയ്ക്ക് മാറി നിൽക്കുവാണ്. ഇറ്റാലിയ നോക്കിയാൽ മരമായിരിക്കുന്നു. മരമായി ഒരു ഇറ്റാലിയുടെ ഫുൾ സ്കോഡ് അവിടെ മരമായിട്ടിരിക്കുന്നു. നമുക്ക് നോക്കി നോക്കാം. എവിടെ ഒരു ഫൈറ്റ് നീ എന്നെ ഇത് ക്യാമറ അടുത്തോണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഫൈറ്റ് ചെയ്യാം. വെക്കാം അടുത്തടുത്തോണ്ട് വിടാൻ മതി. അങ്ങനെയാണെങ്കിൽ അതൊക്കെ നടക്കണം. നമുക്ക് അടി ഉണ്ടാക്കാം. ക്ഷീണിച്ച് വട്ടം
നിനക്ക് ഒരു ഡിലേയുടെ പ്രശ്നമാണോ എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കാം. എന്റെ അമ്മേ. സോ കറന്റ് ഫൈറ്റുകൾ എങ്ങും തന്നെ വന്നിട്ടില്ല. 8 ടീമും 77 പ്ലേയേഴ്സും. വാട്ട് എ ഫൈറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിഗ് സലോട്ട്. UK വന്നോ? UK വേഴ്സസ് OG നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? എന്ത് ഇത്? ഇനി വടി പൊട്ടിയിട്ട് ഞാൻ നിന്നോളാം. ഇതെല്ലാരും അടുത്തടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാണ്. യുകെയുടെ മറ്റേ മച്ചാന്റെ കാര്യം എന്തെങ്കിലും ആയോ? ഏത് മച്ചാൻ? സോൺ ഔട്ടിൽ തന്നെ നോക്കുന്നുണ്ട്. സോ നോക്കുകയാണെങ്കിൽ 9 പ്ലേയേഴ്സ് ആണ് ഇപ്പൊ യുകെയിലുള്ളത്. എന്തായാലും ചെക്ക്. ഓക്കെ, വീണ്ടും സോൺ മാറിയിട്ടുണ്ട്. ആൻഡ് അടുത്തൊരു സോൺ നോക്കിയാൽ TVയെ മാത്രം സോണിനകത്ത്. CM versus KTD. CM ല് 2 നോക്ക് എടുക്കുന്നു, KTD ല് 2 നോക്ക് എടുക്കുന്നു. CM അവിടെ KTD ല് 2 പ്ലേയേഴ്സിനെ നോക്ക് ഇട്ടിട്ടുണ്ട്. CM അവിടെ. CM versus KTD. CM തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് നടക്കുന്നത്. ഇതിൽ ആര് ജയിക്കുമെന്ന് കണ്ടറിയാം. ഈ ഒരു സോണില് ഈ ഒരു ഗ്രൂപ്പിൽ ഫസ്റ്റ് ഫൈറ്റ് ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ നല്ല പോലെ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് കേറ്റി അടിക്കുന്നുണ്ട്. CM നോക്കിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ നോക്ക് വരുന്നു. CM versus KTD. KTD ലെ BK അവിടെ നോക്കാക്കുന്നു. CM ലെ ഇവന്മാരുടെ പേര് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് CM എന്ന് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. KTD ലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി, 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ഓ, അവിടെ ഒരു ഇൻസ്റ്റന്റ് റിവൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. റിവൈവ് ചെയ്യാൻ നോക്കില്ല. അടുത്തൊരു നോക്ക് മണ്ടത്തരമായി പോയി. പോച്ച ലാസ്റ്റ് മാൻ മരമായിരിക്കുന്നു. KTD മാഡിസെക്ക് മാത്രമാണ് ലാസ്റ്റ് പ്ലെയർ. CM KTDക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു പ്ലെയർ മാത്രം ബാക്കി. CM ബാക്കിയുള്ള കില്ലുകളെല്ലാം സെക്യൂർ ചെയ്തിരിക്കുന്നു. അവിടെ ഒരു തേർഡ് പാർട്ടി വരെയുള്ള ചാൻസ് ഉണ്ട്. അടിച്ച് ഫിനിഷ് ഓഫ് ആക്കിയിരിക്കുന്നു. KTDയെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് CM ഈ ലോബിയിലെ ഫസ്റ്റ് ഫൈറ്റ് എടുത്തിരിക്കുന്നു. ഇവിടെ 6-7 ഓൺ ദ സെയിം സൈഡിൽ 6-7 ഇവിടെ എത്തിയിട്ടുണ്ട്. 6-7 ആരാണ് അടിക്കുന്നത്? 6-7 വേഴ്സസ് VH. 6-7 വേഴ്സസ് VH ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. VH വേഴ്സസ് 6-7. നോക്കുകയാണെങ്കിൽ ഒരു കവറോ ഒന്നും ഇല്ലാതെ ഓപ്പണിലൊന്നും പോയി ആരും ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയത് CM വേഴ്സസ് KTD എന്നുള്ളൊരു മാച്ചാണ്. സോ എന്തായാലും താങ്ക് യു സോ മച്ച് KTD ആൻഡ് CM. ഇത് TVക്ക് വേണ്ടി സെറ്റ് ചെയ്ത സോണാണെന്ന്. കഷ്ടം തന്നെ നിന്റെയൊക്കെ കാര്യം. ഒന്നും പറയാനില്ല. ഒരു ലാസ്റ്റ് ദിവസം വന്ന് ടൂർണമെന്റിനകത്ത് വന്ന് കാണുന്ന നിനക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബ്രോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ നിങ്ങൾക്കൊക്കെ പറ്റത്തുള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കൊരു കാസ്റ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് നിന്നോട് പറയുന്ന ഭാഷ കൺട്രോൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മാത്രം ഞാൻ നിനക്ക് പറഞ്ഞില്ല. ഇത് കഴിയുമ്പോൾ നിനക്കൊക്കെ വേണ്ടിയുള്ളത് ഞാൻ പറയാം. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് പറയണതെന്ന് സ്വന്തമായിട്ട് ചിന്തിക്കുക. സോ നമുക്ക് എന്തായാലും നോക്കാം. ഗോകു ഫസ്റ്റ് നെയിം വായിക്കാൻ പോയ ആള് CM ഷ്വൈൻസ്റ്റീഗർ. ഒന്നും ഓർത്തിരിക്കാനുള്ള യാതൊരു താല്പര്യമില്ല. അവിടെ CMനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, TV വേഴ്സസ് UK ടാഗ് കൊടുക്കുന്നുണ്ട്. TV വേഴ്സസ് UK. TV തൊട്ട് മുകളിൽ ആരാണുള്ളത്? TV സ്പ്ലിറ്റപ്പ് ആയിട്ടാണ് കളിക്കുന്നത്. TV നല്ല സ്പ്ലിറ്റപ്പ് ആയിട്ടാണ് കളിക്കുന്നത്. UKയുടെ ഒരു പ്ലെയർ സോണില് എഗെയിൻ ഇട്ടഡോറി നോക്കായിരിക്കുന്നു. ഇട്ടഡോറി ഞാൻ വേറൊക്കെയാണ് കേൾക്കുന്നത്. ഇറ്റാലിയയുടെ ടുങ് ഷൂർ സോൺ ഔട്ടിലാണ് കറന്റ്ലി നിൽക്കുന്നത്. ബ്ലൂ സോണിന് വെളിയിൽ അവിടെ OG സോണിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സഹൂറാണ് ഈഗിൾ ഗെയിമിംഗ്. അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് ദേഷ്യം വരും അത് തെറ്റിച്ച് പറഞ്ഞാൽ. അതെ, ബൊമ്പാർഡിലോ കൊക്കഡിലോ. ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറയുമ്പോൾ ജെൻസി ആണോ നീ ഉദ്ദേശിക്കുന്നത്? അത് ശരിയാണ്. നമ്മളും അതാണ്. ഞാൻ ജെൻസിയാണ്. നിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് എത്ര വയസ്സുള്ള എനിക്ക് അറിഞ്ഞൂടാ. 10-35 വയസ്സുള്ള നീ എങ്ങനെ ജെൻസിയിൽ 10-35 വയസ്സുള്ള നീ എങ്ങനെ ജെൻസിയിൽ വരുമെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ പോലും പറ്റില്ല. എന്തായാലും ഇറ്റാലിയ നമുക്ക് നോക്കി നോക്കാം. എനിക്ക് അതിനോട് താല്പര്യമില്ല. നമുക്ക് ഇനി മെയിൻ ഫൈറ്റിന് നമുക്ക് വരാനുണ്ട്. അങ്ങനെ ഒരു ടീം നമ്മുടെ അകത്തുനിന്ന് എലിമിനേറ്റ് ആയ 64 പ്ലേയേഴ്സ് ആണ്. അതെനിക്ക് നേരത്തെ പെണ്ണ് കിട്ടിയോണ്ട് നേരത്തെ കൊച്ചായി. അത് നിന്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കി വെക്കാം.
8 പേരുള്ള UK ആണോ അത് ഉദ്ദേശിക്കുന്ന ആ ഒരു പാറ ഓടാ കഥ പടച്ചിട്ട് ഇവിടെ 1 is done, 2 was fun, 3 right to run, right to run, 4 cold mom, 5 not, 6 is nix. Alive എന്നാണ് എഴുതിയേക്കുന്നത്. Alive ആണോ? 6 is nix. 7 in heaven, 8 won't wait. നമ്മൾ 8 ടീം കറക്റ്റ്. ഇത്ര നാളെ ഈ ഒരു GT നിന്നിട്ട് ഇത് കണ്ടിട്ടുണ്ടോ ഈഗിൾ ഗെയിമിംഗ്? ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യം ഞാൻ വേണ്ടി വന്നു. അതെ പക്കുകോട് വേണ്ടി വന്നു. കണ്ടു കാണാത്ത പക്കുകോട് അത് മാത്രം കണ്ടു. അത് മാത്രം കണ്ടോ? അതെ. ആൻഡ് നമ്മള് ഫൈനൽ സർക്കിളുകളിലോട്ട് പോകുന്നു. എന്റെ പൊന്നോ ഇത് കണ്ടോ നിങ്ങൾ? മാപ്പ് എന്റെ മോനെ. മാപ്പല്ല, CM വേഴ്സസ് RC7 ഒരു ഫൈറ്റ് ആണ് നടക്കുന്നത്. CM വേഴ്സസ് RC7 ഒരു ഓപ്പണിലോട്ട് വരുന്നുണ്ട്. നോക്കുവാണെങ്കിൽ ഇവിടെ ഇനിയൊരു CM വേഴ്സസ് RZ7 നടക്കുന്ന ചാൻസ്. എന്താണ് എല്ലായിടത്തും ഒരു TV എന്തൊക്കെ നടക്കുന്നു. ഇത്ര നേരം ഒരു ഫൈറ്റില്ലെന്ന് പറഞ്ഞ കമന്ററി പറയുന്നത് ഇപ്പൊ എന്താണ് കമന്ററി പറയണ്ടെന്ന് ഉള്ള ഒരു ഇറ്റാലിയ വേഴ്സസ് VH നടക്കുന്നു. ഇറ്റാലിയ വേഴ്സസ് VH ഒരു പ്ലെയർ നോക്കാവുന്നു. ഇറ്റാലിയുടെ സൈഡിൽ നിന്ന് ഒരു നോക്ക്. തുരുമ്പിനെ അവിടെ നോക്കാക്കി തുരുമ്പ് ഫിനിഷ് ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. തുരുമ്പ് ഫിനിഷ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. തുരുമ്പിനെ അവിടെ ഫിനിഷ് ഓഫ് ആക്കുമോ? ഇറ്റാലിയ വേഴ്സസ് തൊട്ട് ബാക്കിൽ TV എത്തിയിരിക്കുന്നു. VHന്റെ ബാക്കിൽ VHന് TV നോക്കുവാണെങ്കിൽ UK വേഴ്സസ് RC7 എല്ലാരും RC7 വേഴ്സസ് VH ആദ്യവനുണ്ട്. അവിടെ റഷ്യൻ ടീമിനെ നോക്കാക്കുന്നു. UK വേഴ്സസ് OG. ഇവിടെ UK വേഴ്സസ് OG നടക്കുന്നു. UK വേഴ്സസ് OG. യുകെയിലെ പ്ലേയേഴ്സ് നല്ല OGയിലെ പ്ലേയേഴ്സ് നല്ല നോക്ക് എടുക്കുന്നു. 3 നോക്ക് OG ഇട്ടിട്ടുണ്ട്. യുകെയുടെ സൈഡിൽ നിന്ന് 1 നോക്കേ വന്നിട്ടുള്ളൂ. 3 നോക്ക് ഇടുന്നു. നാലാമത്തെ അടുത്തൊരു യുകെയുടെ നോക്ക് ഇടുന്നു. OGയുടെ സൈഡിൽ നിന്ന് അടുത്ത 2 നോക്ക് കൂടെ വരുന്നു. യുകെയുടെ പണി വാളാനുള്ള സാധ്യതയുണ്ട്. യുകെയിൽ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. യുകെയിൽ ഒരാൾ മാത്രം ബാക്കി. ലുട്സ് മാത്രം ബാക്കി. ആരോ 2 പേര് അടിച്ച് നോക്കാക്കിട്ടാണ് വീണത്. ജോയിനിങ് ദ പാർട്ടി. പക്ഷെ TVയിൽ 2 പേര് മാത്രമേ ഉള്ളൂ അവിടെ. TVക്ക് 2 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ അവിടെ. TVക്ക് പണി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് നോക്കാം. OG വേഴ്സസ് TVA. ആൻഡ് ഇവിടെ VH സ്മോക്ക് ഒക്കെ ചെയ്ത് ആംഗിൾ ക്ലിയർ ചെയ്തിരിക്കുന്നു. 6 ടീമും 53 പേര് മേലെ ഇൻ ദ ഫൈനൽ സോൺ. നോക്കുവാണെങ്കിൽ ചോട്ടാ മുംബൈ വിത്ത് 10 ഫ്രാഗ് ആണ് ടോപ്പ് ഓഫ് ദ ഇതെന്ന് പറയണത്. ഇവിടെ ID 47. അതാണ് ID 47. ആൻഡ് കാച്ചാടിയും അണ്ണോണും ഇതിനകത്തൊന്ന് വൈപ്പ് ഓഫ് ആയിട്ടുണ്ട്. VH വേഴ്സസ് OG സോൺ ഔട്ടിൽ ഫൈറ്റ് നടക്കുന്നു. VH CK മാരി നോക്ക് എടുക്കുന്നു. OG അനുമാനം നോക്കുന്നു. VH ഹോട്ട് പീസ് അവിടെ നോക്ക് എടുക്കുന്നു. VH വേഴ്സസ് OG ഭീമനോട് ഹോട്ട് പീസ് നോക്കാക്കുന്നു. VH വേഴ്സസ് OG നടക്കുന്നു. ചിബു സുൽത്താൻ നോക്കുന്നു. അലക്സ് അവിടെ നോക്ക് എടുക്കുന്നു. അലക്സ് 2-3 പിക്ക് മോബി ഒരു പിക്ക് എടുക്കുന്നു. ആൻഡ് VH അവിടെ OGയെ വൈപ്പ് ഓഫ് ആക്കുന്നു. ഫാൽക്കൺ സോൺ ഔട്ടിൽ ഡെഡ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. TV അവിടെ 3 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. സോൺ എന്തായാലും ചേഞ്ച് ആയിട്ടുണ്ട്. സോണിന്റെ അടുത്തോട്ട് എന്തായാലും ഒരു ടീം തന്നെ ഇല്ല. എല്ലാ ടീമിനും സോണിന്റെ അടുത്ത് കയറേണ്ടതാണ്. സോ നോക്കുവാണെങ്കിൽ ഒരു TV, ഇറ്റാലിയ, RC7, VH എല്ലാ ടീമും അടങ്ങുന്ന ഒരു സോണാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇറ്റാലിയയിലെ ബ്രൂട്ട് സോൺ ഔട്ടിൽ വീണിട്ടുണ്ട്. ഇറ്റാലിയയിലെ ഒരു പ്ലെയർ. ആൻഡ് ഇവിടെ ഇറ്റാലിയയിലെ പ്ലേയേഴ്സ് RZ7 ബ്ലോക്ക് ഓഫ് ചെയ്ത് കട്ട് ഓഫ് ചെയ്ത് അവരുടെ എൻട്രി കട്ട് ഓഫ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. TV വേഴ്സസ് VH നടക്കുന്നു. TV വേഴ്സസ് VH കറക്റ്റ് സമയത്ത് പുഷ് ചെയ്ത് വരുമോ? മോബി അവിടെ നോക്ക് എടുക്കുന്നു. കറക്റ്റ് സമയത്ത് അവിടുന്ന് RZ7 പുഷ് ചെയ്ത് വരുന്നു. നോക്കിടുന്നു. വിസ്ഡം അവിടെ മദാറെ നോക്കിടുന്നു. TV വേഴ്സസ് RZ7 നടക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. TV വേഴ്സസ് RZ7. മെസ്ബോയി തൊട്ട് പുറകിൽ കൂടെ ഇറ്റാലിയ വരുന്നോടെ നല്ലൊരു മൊളറ്റോ ഫ്രം RZ7. നല്ലൊരു മൊളറ്റോ അവിടെ കുറച്ച് സമയത്ത് ഇറ്റാലിയ കറക്റ്റ് സമയത്ത് കയറി വരുന്നുണ്ട്. 5 ടീം. വിപ്സി അവിടെ റഷ്യൻ ടീമിനെ ഫിനിഷ് ആക്കുന്നു. അതൊരു മണ്ടത്തരമാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. എന്തായാലും തൊട്ട് പുറകിൽ ഇറ്റാലിയ എത്തിയിരിക്കുന്നു. ഇറ്റാലിയ വേഴ്സസ് TVA നടക്കാനുള്ള ചാൻസ് ഓൾറെഡി ഒരു ടീം അവിടെ സോണിൽ കയറി. ഇറ്റാലിയ തൊട്ട് പുറകിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് CM സോണിൽ കയറിയിരിക്കുന്നു. നല്ലൊരു ഗെയിം പ്ലേ ഫ്രം CM. ആൻഡ് അവിടെ RZ7 കറങ്ങി വരുന്നുണ്ട്. ഇറ്റാലിയ അവിടെ സ്റ്റാലിനെ നോക്കാക്കുന്നു. സ്റ്റാലിൻ അവിടെ നോക്കായി. ഇറ്റാലിയ വേഴ്സസ് CSK. ഇറ്റാലിയ വേഴ്സസ് CSK നടക്കുന്നു. ആൻഡ് സെക്കൻഡ് അവിടെ നോക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ബാലങ്കെ നായർ നോക്കാവുന്നു. മോബി അവിടെ നോക്കാവുന്നു.
ഏബല നോക്കാവുന്നു, ആറ്റ് അവിടെ നോക്കിടുന്നു, ഓക്സി അവിടെ നോക്കാവുന്നു. രണ്ടുപേരുടെ ഇടയ്ക്കായി പോയി CM-ന്റെ ഇടയ്ക്ക്. TVXCSK ഇവിടെ വൈപ്പ് ഓഫ് ആവുന്ന എല്ലാ ചാൻസും ഉണ്ട്. അലക്സും ആഷും, അലക്സ് അവിടെ നോക്കാക്കുന്നു, ആ TVXCSK അവിടെ വൈപ്പ് ഓഫ് ആവുന്നു. 6-7 വേഴ്സസ് CM വേഴ്സസ് ഇറ്റാലിയ ഓൺ ദ ഫൈനൽ സർക്കിൾ. 3 ടീമുകൾ മാത്രം ബാക്കി. CM വേഴ്സസ് 6-7 ആവാനുള്ള ചാൻസ് ഉണ്ട് അവിടെ. CM വേഴ്സസ് 6-7. സബർ ജില്ലി അവിടെ നോക്കാക്കുന്നു. 6-7 വേഴ്സസ് CM. 6-7 സൈഡിൽ നിന്ന് എന്താണ് അവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 6-7 പുഷ് ചെയ്ത് വരുന്നുണ്ട്. 6-7 വേഴ്സസ് CM വേഴ്സസ് ഇറ്റാലിയ ഓൺ ദ ഫൈനൽ സർക്കിൾ. 6-7 വേഴ്സസ് CM. ആരുടെ CM ഒരു 2 നോക്ക്, ആ മാധവനുള്ളി ഒരു നോക്കെടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ജിൻസക്കാർ അടുത്തൊരു നോക്കെടുക്കുന്നു 6-7 വേണ്ടിയിട്ട്. 6-7 വേണ്ടിയിട്ട് അടുത്തൊരു നോക്കെടുക്കുന്നുണ്ട്. വിസ്ഡം ഒരു നോക്കെടുക്കുന്നുണ്ട്. വിപ്സി ഒരു നോക്കെടുക്കുന്നു. ഇറ്റാലിയ തിരിച്ചു കയറി വന്നിരിക്കുന്നു. 6-7 വേഴ്സസ് ഇറ്റാലിയ ഇൻ ദ ഫൈനൽ സർക്കിൾ. 6-7 വേഴ്സസ് ഇറ്റാലിയ. 6-7 2 പ്ലേയേഴ്സ് നോക്കാണ് അവിടെ. ഇറ്റാലിയക്കും നമുക്ക് നോക്കാം. ഇറ്റാലിയ വേഴ്സസ് 6-7. ഈസിക്ക് ഒരു പിക്ക് എടുക്കുന്നുണ്ട്. ഈസിയാണ് ആദ്യം ഒരു പിക്ക് എടുക്കുന്നത്. ആസീസാണ് ഫ്ലിക്ക് ഡൗൺ ആയിട്ടാണ്. മാധവനുണ്ണി അടുത്തൊരു പിക്ക് എടുക്കുന്നത്. ആസീസ് ലേറ്റാനില്ലേ. ലാനുണ്ണി ഒരു പിക്ക് എടുക്കുന്നുണ്ട്. ഈസി ഒരു പിക്ക് എടുക്കുന്നുണ്ട്. ഗ്ലാൻ ഊക്കി ഒരു പിക്ക് എടുക്കുന്നുണ്ട്. വിസ്റ്റത്തിന്റെ അടുത്തൊരു പിക്ക്. ഇറ്റാലിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു പിക്ക് എടുത്തിട്ടുണ്ട്. ബാഷ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. പപ്പു ഒരു പിക്ക് ഫിനിഷിംഗ് ഓഫ് വിത്ത് ഹാഷ് വിത്ത് 15 കില്ലോട് കൂടി 6-7 അവിടെ ആദ്യത്തെ മാച്ച് ഹാഷ് അടിച്ചു കൊണ്ടുപോകുന്നു. 6-7 വിത്ത് 15 കിൽ. നമുക്ക് നോക്കാം ഇവിടെ പോയിന്റ് ടേബിൾ നോക്കുവാണെങ്കിൽ 6-7 15 കില്ലോട് കൂടി 25 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ഇറ്റാലിയ നോക്കുവാണെങ്കിൽ 13 കില്ലോട് കൂടി 19 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. CM നോക്കുവാണെങ്കിൽ 14 കില്ലോട് കൂടി ആഷ് 3 ആണ് 19 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. TVXCSK 7 കില്ലോട് കൂടി ആഷ് 4 സെക്യൂർ ചെയ്യുന്നു 11 പോയിന്റോട് കൂടി. ഓജി നോക്കുവാണെങ്കിൽ ആഷ് 6 ആണ് 9 കില്ലോട് കൂടി 11 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് VH നോക്കുവാണെങ്കിൽ 5 ആണ് 5 കില്ലോട് കൂടി 8 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. അൺനോൺ നോക്കുവാണെങ്കിൽ ആഷ് 7 ആണ് 4 കില്ലോട് കൂടി 5 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. കാറ്റാടി നോക്കുവാണെങ്കിൽ ആഷ് 8 2 കില്ലോട് കൂടി 3 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. കറന്റ് പോയിന്റ് ടേബിളിൽ ടോപ്പ് നിൽക്കുന്നത് 6-7 ഇറ്റാലിയ ആൻഡ് ചോട്ടാ മുംബൈ ആണ്. ഇവര് 3 പേരുമായിരിക്കും കറന്റ് ഇങ്ങനെ ഒരു പോയിന്റ് ടേബിൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ആവാൻ പോകുന്ന 3 ടീമുകൾ എന്ന് പറഞ്ഞാൽ 6-7 ഇറ്റാലിയയും ചോട്ടാ മുംബൈ ആണ്. സ്റ്റിൽ 2 മാച്ചുകൾ ഇവർക്ക് ബാക്കിയുണ്ട്. നമുക്ക് നോക്കാം. പ്ലെയർ ലോഗിലേക്ക് പോവാം. MRC ഗോകു. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞൊക്കെ മാച്ചിൽ കുറെ തേർഡ് പാർട്ടീസ് വന്നുകൊണ്ട് തന്നെ എല്ലാ കിൽസും പല ടീമിനായിട്ട് സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഓജി ദുഷസ്ഥാന W ആണ് 4 കിലോടെ മുന്നിൽ നിൽക്കുന്നത്. ആ 7ലെ വിസ്റ്റം 4 കിലോടെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. TVയിലെ CSK മോബി 3 കിലോടെ നിൽക്കുന്നുണ്ട്. ആ 7ലെ വിപ്സി ആണ് 3 കിലോടെ അടുത്ത് നിൽക്കുന്നത്. CM-ലെ ഉരട്ടം വിസ്റ്റായ 3 കിലോടെ നിൽക്കുന്നുണ്ട്. അതേപോലെ CM-ലെ മിക്ടാറിയാൻ 3 കിലോടെ നിൽക്കുന്നുണ്ട്. ഓജി ഭീമൻ 2 കിലോടെ, അതേപോലെ സഹദേവൻ 2 കിലോടെ, അതേപോലെ CM-ലെ 2 കിലോടെ, ഇറ്റാലിയയിലെ റോബർട്ട് ലെവൻഡോസ്കി 2 കിലോടെ, ഇറ്റാലിയ ഗ്ലാൻ ലൂക്കി ഡൊണ്ണാറൂമ 2 കിലോടെ നിൽക്കുന്നു. അങ്ങനെയാണ് കിൽസ് വെക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഹാർഡ് ടൈറ്റ് ലോബിയാണ്. ഈ ഒരു ലോബിയിൽ ആഷ് 1 അടിക്കുക എന്ന് പറയണത് നിങ്ങൾ അപ്പാർട്ട് ഫ്രം ദ ഹെയ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. 6-7 പ്ലേയേഴ്സ് ആഷ് 1 അടിച്ചത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിപ്പം ആഷ് 1 അടിക്കുമ്പോൾ നമ്മൾ